പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അനാമികയും അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അഭി പെട്ടെന്ന് തന്നെ പെൺകുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയാണ്. അവർ എണീക്കുന്നത് കാണുമ്പോൾ തന്നെ വേണുവിന് കാര്യം മനസ്സിലായി. വേണു പെട്ടെന്ന് തന്നെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് വേണു ചെല്ലുമ്പോൾ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണെന്ന് പറയും. അതൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ മോനെ, ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിന് ആഗ്രഹിച്ച ഒരുത്തിനല്ലല്ലോ മോൻ വിവാഹം ചെയ്തത്, അതുകൊണ്ട് ഇനിയിപ്പോൾ തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വേണു സംസാരിക്കുന്നത്. പിന്നീട് അനാമിക പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്ന് അഭി ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു, ഭാര്യമാര് പിണങ്ങി പോയ ഭർത്താക്കന്മാരല്ലേ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത്, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ അഭിയാണെങ്കിലും പറയാണ്, അനിയനൊന്ന് സൂക്ഷിച്ചോണം, അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ കരാട്ടക്കാരിയാണെന്നാണ് തോന്നുന്നതെന്ന് പറയും. വേണു അപ്പോഴാണെങ്കിലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു, അത് തോന്നൽ മാത്രമൊന്നുമല്ല, അത് തന്നെയാണ് സത്യം എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെ പോലെയുള്ള കുട്ടികളായിരുന്നു ഇങ്ങനെ മോനും മോൻ്റെ ഏട്ടനൊക്കെ ഭാര്യമാരായിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷേ മോനും മാത്രമാണ് അവിടെ ഒന്നിങ്ങനെ പുരോഗമിച്ച് ചിന്തിക്കുന്നത്. മോൻ്റെ ഏട്ടനും അനിയൊക്കെ പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിലേക്കാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്തായാലും ഇനി ഞങ്ങളെ കണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകുമൊന്നും വേണ്ട, നിങ്ങൾ ഇരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ്. ആ സമയത്ത് അബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അവർ കൊള്ളാലോ എന്ന്. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ട കാര്യമൊന്നും ആരും അറിയാൻ പോണില്ല എന്ന് പറയാണ്. പിന്നീട് വേണും അനാമിക എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നോൺ വെജ് കഴിച്ചാൽ അവനെങ്ങനെ വീട്ടിൽ ചെന്ന് പോയി പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് കേട്ടോ. ആ സമയത്താണെങ്കിലും വേണു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്കും തിരിച്ചു പറയാൻ ഒരുപാടുണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് വേണു ആണെങ്കിൽ അനാമികനോട് പറയാണ്, ഇനിയിപ്പോൾ മോള് അവിടെയൊന്നുമല്ലല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ മോള് എന്ത് കഴിച്ചാലും എന്താ കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അനാമികയ്ക്കാണെങ്കിൽ അഭി ഇങ്ങനെ വേറൊരു പെൺകുട്ടീനെ സ്നേഹിച്ച് അവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് കേട്ടോ, നവ്യനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ അനാമിക പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനയും അതുപോലെ തന്നെ കനകയും കൂടെ സംസാരിക്കുകയാണ്. നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. നന്ദുവിന് ആകെ വിഷമമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നന്ദു ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതൊക്കെ ഇഷ്ടമല്ലായിരുന്നല്ലോ കനകയ്ക്കും ഗോവിന്ദനും, ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അത് നിയന്ത്രിക്കണം എന്ന് നയന വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് നയന അവളോട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടിയാൽ പിന്നെ ഇങ്ങനെ മനസ്സിൻ്റെ ഭാരമൊക്കെ കുറച്ച് കുറയല്ലോ എന്നുള്ളതൊക്കെ പറയുകയാണ്. ഈ സമയത്ത് മൂർത്തീസ് ജ്വല്ലറിയിൽ നന്ദൂര് നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ കനക പറയുകയാണ്, അത് വേണ്ട മോളെ, അനിയുള്ളിടത്തേക്ക് ഇനി നന്ദു പോവാൻ തന്നെയാണ് നല്ലത് എന്നുള്ളതിലാണ് കേട്ടോ സംസാരം. അവിടുന്ന് എത്ര ശമ്പളം കിട്ടിയാലും ചിലപ്പോൾ നമ്മൾ അതിനേക്കാളേറെ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് ഇങ്ങനെ കനകയോട് അവിടുന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമ്മ വീട്ടിലേക്ക് വൈകി ചെന്നാൽ അച്ഛന് സംശയമാവും, അമ്മ പോയിക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ വന്നിട്ട് പോവാന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്യാണ്. പിന്നെ കനകയാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിനുശേഷം ആദർശ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ നയനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ ഞാനിനി നിന്റെ അടിമയാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും. അപ്പോൾ അങ്ങനെ ആരും ആരുടെ അടിമയാവണ്ട, ആരും ആരുടെ കാൽച്ചുവട്ടിൽ നിൽക്കണ്ട, ഇങ്ങനെ തുല്യത മതി എന്നൊക്കെ നയന പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴും ആദർശ് പറയുന്നത്, എന്നാലും നീ എനിക്ക് ഒരു പടി മുകളിൽ തന്നെയായിരിക്കും എന്ന് പറയുന്ന സമയത്ത് നയന പറയാണ്, എന്നാൽ പിന്നെ ഞാൻ ഒരു സ്റ്റെപ്പ് താഴെ നിന്നാൽ മതിയല്ലോ, അപ്പോൾ തുല്യത വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. പിന്നീട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സർജറിക്ക് ശേഷം നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മായിയമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് നയനയെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ കാൽനടയായിട്ട് ഇങ്ങനെ അവർ മലയ്ക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അബിക്കാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത്. അവനാണെങ്കിൽ ഇന്ന് മാലയിട്ട് നാളെ പോകുന്ന ഒരുത്തനാണ്. അവൻ ഇത്രയും ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 41 ദിവസം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മകരവിളക്കിനാക്കിയല്ലോ, അതുകൊണ്ട് അവൻ വ്രതം തെറ്റിക്കോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട് എന്നൊക്കെ ആദർശ് പറയാണ് കേട്ടോ. അവൻ ഇത്രയും ദിവസം ഒന്നും നോൺ വെജ് കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. അപ്പം ഇങ്ങനെ വീടിനകത്ത് ഇങ്ങനെ താളം തെറ്റലുണ്ടായപ്പോഴാണല്ലോ മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്, കാൽനടയായിട്ട് പോവാന്ന്. എന്നിട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എരുമേലി ചെന്നിട്ട് ഇങ്ങനെ കാൽനടയായിട്ട് പോയാൽ മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ പറയണം. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, അതാ നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നേ.
പിന്നീട് ഗോവിന്ദനും നന്ദും കൂടെ ഒക്കെ സംസാരിക്കുകയാണ്. നന്ദുവിന് ആകെ വിഷമമാണ് 2 ദിവസമായിട്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇങ്ങനെ നല്ല വിഷമമാണല്ലോ നിനക്ക്, അവിടെ വെച്ച് അനിയനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയനെ കണ്ടു എന്ന് വെച്ചിട്ട് എനിക്കൊരു വിഷമം അവിടെ വെച്ചിട്ടുണ്ടായിട്ടില്ല എന്നൊക്കെ നന്ദു പറയുകയാണ്. പിന്നെ എന്താ വിഷമത്തിൻ്റെ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അച്ഛന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ നാളെ സംഭവിക്കാൻ ഉള്ള കാര്യം എന്താ ഇന്ന് തന്നെ പറഞ്ഞാൽ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുകയാണ്. ആ സമയത്ത് കനക അവിടേക്ക് കയറി വരികയാണ്. അപ്പോൾ കനക ഇങ്ങനെ പറയണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കനക അവിടെ വന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യം പറയുകയാണ്. നന്ദുവിന് ഇങ്ങനെ 2 ദിവസമായിട്ട് വിഷമമാണ്, അമ്മയ്ക്ക് മാത്രമല്ല മോൾക്കും ആ വിഷമം ഉണ്ടല്ലോ, ഇങ്ങനെ ICUവിൽ കയറിയ സമയത്ത് ആദർശ് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, മോള് കാച്ചി വെച്ചിരുന്ന നൈനമോള് കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ അവരെടുത്ത് കുടിച്ചത്. അതുകൊണ്ട് തന്നെ അവരത് പെട്ടെന്നൊന്നും മറക്കില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്നാണ് കേട്ടോ ഗോവിന്ദൻ ചോദിക്കുന്നത്. അപ്പോൾ കനക ഇല്ല എന്ന് പറയാണ്. പിന്നീട് ഞാൻ നൈനമോളെ കാണാൻ വേണ്ടി അവിടെ കാത്തിരുന്നപ്പോൾ നീ എന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ, മോള് വന്നിട്ട് നീ പറഞ്ഞില്ലേ ഞാൻ അവളെ കാത്തിരുന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ. എന്നിട്ട് മോൾ എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഗോവിന്ദൻ പറയുകയാണ്. അപ്പോഴാണെങ്കിലും കനക ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് അവിടെ ഇങ്ങനെ നല്ല പണിയാണ്, ഇങ്ങനെ ആദർശമോനോ അച്ഛനൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ മോളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്. പെട്ടെന്നാണ് നേഴ്സുമാർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനൊക്കെ പറയുന്നത്, അല്ലേ നന്ദൂട്ടാന്ന് പറഞ്ഞ് നന്ദുവിനോട് ഇങ്ങനെ ചോദിക്കും കേട്ടോ. നന്ദു അതേന്ന് ഉള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ദുസ്വപ്നം കണ്ട ശേഷം ഇങ്ങനെ ഓരോ മനസ്സിനിങ്ങനെ ഓരോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മോളെ കണ്ടാലേ ഒരു സമാധാനം ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ അച്ഛനെ ഇങ്ങനെ ഇതാക്കുന്നത്, അച്ഛനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ അമ്മയ്ക്ക് ചേച്ചീനോടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയതാണ്. ഇനിയിപ്പോൾ അങ്ങനെ മോള് അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സംസാരത്തിൽ എന്തെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ അച്ഛനത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, പിന്നെ അതിൻ്റെ പേരിലാവും നമ്മളെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇങ്ങനെ അവിടെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ആദർശ് മോൻ്റെ അമ്മയുടെ സർജറിയും കഴിഞ്ഞു, അങ്ങനെ അവർക്കും കുഴപ്പമൊന്നുമില്ല എന്നാണ് മോൻ പറഞ്ഞത് എന്ന് പറയും. പിന്നീട് എനിക്ക് ചേച്ചിക്ക് കൂട്ടിയിരിക്കണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ നന്ദു പറയുമ്പോൾ മോളിപ്പോൾ അങ്ങോട്ട് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയട്ടെ. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമൊന്നും ചേച്ചീനെ കാണാതിരിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോവും, അവിടേക്ക് വരണ്ടാന്ന് ഇങ്ങനെ എന്നോട് പറയാൻ ആർക്കും അവകാശമില്ല, അനാമികയ്ക്ക് പോലും എന്നൊക്കെ നന്ദു പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത്. പിന്നീട് ദേവയാനീനെ കാണാൻ വേണ്ടിയിട്ട് ജയൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഒരുപാട് വിഷമിച്ചോ, ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കുന്നില്ലേ, ഞാനിങ്ങനെ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കരുത്, ആദർശ് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് അവനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അവനവിടെ പുറത്തുണ്ട്, ഞാൻ അവനോട് പറയാം എന്ന് ജയൻ പറയാണ്. അപ്പോൾ അവൾ അവിടെ ഉണ്ടോ, ഇങ്ങനെ അവനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവളെ ഇങ്ങോട്ട് കടത്തി വിടണ്ട എന്നൊക്കെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയനാണെങ്കിലും ആകെ സങ്കടം ഉണ്ട് അങ്ങനെ പറയുന്നതിൽ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നയന അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ ദേവയാനി. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, മോള് വീട്ടിലേക്ക് പോയതാണ്, ഇനിയിപ്പോൾ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറയുമ്പോൾ അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ നിനക്ക് സുഖമില്ലാത്തതല്ലേ, ഇങ്ങനെ മറ്റൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദർശിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നയനയ്ക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് ആദർശ്. അപ്പോൾ നയന മരുന്നൊക്കെ കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് പകരം ഒരു പെൺകുട്ടീനെ കണ്ടുവെച്ചോ എന്ന് പറയട്ടെ. അപ്പോൾ ആദർശിന് അതങ്ങ് വല്ലാതെ ആവുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അല്ല, എനിക്ക് പകരം ഭാര്യയായിട്ട് കണ്ടുവെക്കാനല്ല പറഞ്ഞത്, അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ കാണണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അമ്മ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഒരു പെൺകുട്ടീനെ വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടീനെ കണ്ടുവെക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നയനയാണെങ്കിലും പറയും, ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, അത് നിലനിൽക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യണം, വീണ്ടും കള്ളം പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആരാ നോക്കിയിട്ട് തുറന്നാൽ മതി എന്ന് പറയുമ്പോൾ ആദർശ് അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു, അത് അച്ഛനാവുമെന്ന് പറയാണ്. അപ്പോൾ ജയൻ അകത്തേക്ക് കയറി വരികയാണ്. ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മേനെ കണ്ടായിരുന്നോ എന്ന്, ഞാൻ അവളെ കണ്ടിട്ടാണ് വരുന്നത്, നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അമ്മ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് പോവാം, അച്ഛൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആദർശ് ജയനെ അവിടെ ഇരുത്തിയിട്ട് പോവാണ്. അപ്പോൾ നയനയാണെങ്കിലും അച്ഛനോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്തും നയന പറയാണ് ജയനോട്, ഞാൻ ആദർശേട്ടനോട് പറയായിരുന്നു, ഇനിയിപ്പോൾ എനിക്ക് പകരം ഇങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പെൺകുട്ടീനെ വേണമല്ലോ, അതുകൊണ്ട് ഒരു പെൺകുട്ടീനെ കണ്ടെത്തി വെക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയനാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയാണ്, അച്ഛനിങ്ങനെ അസുഖം വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ മലയ്ക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തത്, പക്ഷേ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിലാണല്ലോ വീടിനകത്തുള്ള താളം തെറ്റലുകളും ഒക്കെ വന്നത്, അതുകൊണ്ടാണ് അച്ഛൻ കാൽനടയായിട്ട് ഇങ്ങനെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്.
എല്ലാവർക്കും വിഷമം വരുമ്പോഴാണല്ലോ ഭക്തി കൂടുകയും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യ മോളെ സ്നേഹിക്കാൻ കൂടിയിട്ട് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തവണ വ്രതം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. പിന്നീട് ആദർശിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു കുട്ടിയും കൂടി വേണ്ടാന്ന് ദേവയാനി തീരുമാനിച്ച കാര്യങ്ങളും ഒക്കെ നയനയോട് പറയുകയാണ്. അതൊക്കെ മോളോട് ഇങ്ങനെ ആദർശ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അന്ന് ഞാൻ അയാളോട് പറയായിരുന്നു നമുക്കൊരു മകളും കൂടി വേണമെന്ന്. പക്ഷേ അന്നത് സാധിച്ചില്ല. ഇന്ന് എനിക്കിങ്ങനെ ഒരു മകളെ കൂടി കിട്ടിയ മോളെ ഞാൻ മരുമോളായിട്ടല്ല കാണുന്നത്, മകളായിട്ട് തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് മോൾക്ക് പകരം മറ്റൊരാളെ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരരുത് എന്ന് പറയാണ്. മോളെ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവണം, അതൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരു അവസരം ഉണ്ടാവണം. അന്ന് മോളെ അയാൾ മനസ്സിലാക്കും, ഞങ്ങളെക്കാളേറെ മോളെ അയാൾ ജീവന് തുല്യം സ്നേഹിക്കും, അങ്ങനെ ഒരു നിമിഷം വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ആദർശേട്ടനും അച്ഛനൊക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതിയെന്ന് അതിനെ തിരിച്ചു പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ജയനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശിനെ കാണുമ്പോൾ തന്നെ ദേവയാനി പറയുന്നത് ദൈവം കുറച്ചുകൂടെ ആയുസ് നീട്ടിത്തന്നു എന്നാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. പിന്നെ ദേവയാനി ചോദിക്കുകയാണ് ആദർശിനോട്, എനിക്ക് കരൾ പകുത്ത് തന്ന ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും ഞാനിപ്പോഴും ആ കുട്ടീനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ആ കുട്ടീനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയാണ് എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് ആദർശാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു അമ്മേനോട് ഒരുപാട് സംസാരിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, ഈ സമയത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അമ്മ ഒരുപാടൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് ആദർശിനോട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ വ്രതം എടുത്തതല്ലേ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശാണെങ്കിലും ദേവയാനിയുടെ കയ്യിലൊക്കെ തലോടിയിട്ട് നിൽക്കുകയാണ്. ദേവയാനി ആണെങ്കിലും ആ സമയത്ത് ആദർശിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് സ്നേഹത്തോടു കൂടി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.